ഒരു നൂറ്റാണ്ടിന് മുൻപ് ഇന്ത്യയെയും നേപ്പാളിനെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയ ഒരു നരഭോജി കടുവ. 436 പേരെയാണ് അവൾ കൊന്നൊടുക്കിയത്. ചമ്പാവതിയിലെ നരഭോജി കടുവ എന്ന പേരിൽ അവൾ ചരിത്രത്തിൻ്റെ താളുകളിൽ ഉറങ്ങുന്നു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് എര ഇൻസൈറ്റ്സ്. നേപ്പാളിലെ റൂപാൽ എന്ന ഗ്രാമത്തിലാണ് ഈ പെൺകടുവ ആദ്യമായി ആക്രമണം നടത്തിയത്. നിരായുധരായ സ്ത്രീകളെയാണ് ഇവൾ പ്രധാനമായും വേട്ടയാടിയിരുന്നത്. വേട്ടയാടൽ തുടർന്നതോടെ നേപ്പാളിലെ സൈന്യം അതിനെ വകവരുത്തുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആ പെൺകടുവ നേപ്പാൾ ഇന്ത്യ അതിർത്തിയിലുള്ള ശാരദാ നദിയിലേക്ക് ചാടി. നദി നീന്തിക്കടന്ന് അവൾ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ കുമയൂൺ ജില്ലയിലെ ഒരു കാട്ടിൽ ഒളിച്ചു. പിന്നെ അവിടുത്തെ ചമ്പാവത് എന്ന സ്ഥലം അവളുടെ തട്ടകമാക്കി മാറ്റി. വളരെ ബുദ്ധിമതിയായ ഈ നരഭോജി കടുവ ഓരോ സ്ഥലങ്ങൾ മാറി മാറി വേട്ടയാടാൻ തുടങ്ങി. അതിനാൽ അവളെ കണ്ടെത്തുക വളരെ പ്രയാസമായി മാറി. ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടു. അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ ബുദ്ധിമുട്ട് അധികൃതരെ അറിയിച്ചു. ചമ്പാവതിയിലെ ഈ കടുവയെ കൊല്ലുവാനായി പ്രസിദ്ധനായ ഒരു വേട്ടക്കാരനെ അവർ നിയോഗിച്ചു. അദ്ദേഹമാണ് ജിം കോർബറ്റ്. അദ്ദേഹം ദൗത്യം ഏറ്റെടുത്ത് നാളുകൾക്കുള്ളിൽ തന്നെ ചമ്പാവത് കടുവ മറ്റൊരു പെൺകുട്ടിയെ കൂടി വേട്ടയാടി. ആക്രമണ സ്ഥലത്തെ ചോരപ്പാടുകളെ പിന്തുടർന്ന ജിം കോർബറ്റ് താമസിയാതെ അവളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലത്തെത്തി. എന്നാൽ അദ്ദേഹത്തെ കാത്ത് വലിയൊരപകടം അവിടെ പതിയിരിപ്പുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ആ നരഭോജി കടുവ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേർക്ക് എടുത്തു ചാടി. പ്രാണരക്ഷാർത്ഥം ജിം തൻ്റെ റൈഫിളിൽ നിന്നും 2 തവണ വെടിയുതിർത്തു. വെടിശബ്ദത്തിൽ ഭയന്ന കടുവ പെട്ടെന്ന് പിന്തിരിഞ്ഞു കാട്ടിലെവിടെയോ ഒളിച്ചു. പിറ്റേന്ന് തന്നെ 300ഓളം വരുന്ന ഗ്രാമീണർ അടങ്ങുന്ന ഒരു സംഘം കടുവയെ തിരയുവാനായി ജിമ്മിനോടൊപ്പം ചേർന്നു. കാടരിച്ചുള്ള തിരച്ചിലിനൊടുവിൽ ഉച്ചയോടെ ആ പെൺകടുവ വേട്ട സംഘത്തിൻ്റെ മുന്നിൽപ്പെട്ടു. ഇത്തവണ ജിം കോർബറ്റിൻ്റെ റൈഫിളിൽ നിന്നുള്ള ഉന്നം തെറ്റാത്ത വെടി ആ നരഭോജിയുടെ പ്രാണനെടുത്തു. ചമ്പാവതിൻ്റെ പേടി സ്വപ്നം ഒഴിഞ്ഞതിൽ നാട്ടുകാർ ഹർഷാരവം മുഴക്കി. അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ചതുപോലെ, ഒരു ജീവിയെയല്ല, ഒരു പറ്റം ജനങ്ങളുടെ ഭീതിയെയാണ് താൻ ഇല്ലാതാക്കിയത്. താങ്ക് യു.